നമ്മുടെയൊക്കെ നാട്ടിൽ അധികമായി ശ്രദ്ധിക്കാത്തൊരു സ്പോട്ട് ഉണ്ടാകുമല്ലേ? വേദുവും അച്ചമ്മയും കൂടി അങ്ങോട്ടാണ് നടക്കുന്നത്. കൂടെ എൻ്റെ നാത്തൂനും അളിയനും കുട്ടികളും. അവർ വന്നാൽ ഞങ്ങൾക്കൊരു ആഘോഷം തന്നെയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് കച്ചവടക്കാരൻ മരച്ചോട്ടിൽ നിറച്ച് സാധനങ്ങളുമായി നിൽക്കുന്നുണ്ട്. വേദുവും അച്ചമ്മയും കൂടി അത് നോക്കി നിൽക്കുകയാണ്. ഉച്ചയ്ക്കൊക്കെ കുറച്ച് കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ വരാറുണ്ടെന്നാണ് അവൻ പറയുന്നത്. നമ്മൾ പണ്ട് വരുമ്പോൾ ഇവരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഒഴിഞ്ഞൊരു പ്രദേശമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെക്ക് ഡാമിലാണ് കേട്ടോ. എനിക്ക് വെള്ളം കണ്ടാൽ കളിക്കാൻ കൊതിയും ഒരേ സമയം പേടിയുമാണ്. വേദൂട്ടനാണെങ്കിൽ എങ്ങനെയും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി. കാരണം ഒരുപാട് ചേട്ടന്മാർ വെള്ളത്തിൽ ഭയങ്കര കളിയാണ്. ചേച്ചി അളിയനും കുട്ടികളും കൂടി അക്കരെ പോയി തിരിച്ചു വരുന്നു. പണ്ട് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ചെറിയൊരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ മനസ്സിന് കുളിർമയേകുന്ന ഒരു പ്രദേശം കൂടിയാണേ. കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അതുകൊണ്ട് അവസാനം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ. ഒരുപാട് വേറെ കുട്ടികളും വെള്ളത്തിൽ കളിക്കുകയാണ്. തിരിച്ചു കിട്ടാത്ത ബാല്യത്തോട് ഒരു നഷ്ടബോധം തോന്നാറില്ലേ? തണുപ്പായതുകൊണ്ട് അമ്മ വന്നില്ല കേട്ടോ. ബാഗും പിടിച്ച് ഞങ്ങളെയും കാത്ത് അമ്മ പുറത്ത് നിൽക്കുകയാണ്. നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം എന്താണെങ്കിലും ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര കളിയാണേ. എനിക്ക് ഏട്ടനും ഫ്രണ്ടും കൂടി വന്നു കേട്ടോ. അച്ഛനെ കണ്ടാൽ പിന്നെ വേദൂട്ടിന് എവിടെയും നിൽക്കാൻ പറ്റില്ല, അച്ഛനെ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വേദൂട്ടിൻ്റെ ഫ്രണ്ട്സും കൂടിയാണ്.